വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എന്നിൽ നിന്ന് അർപ്പിതമായ വിഷയം ഓർക്കുക സൃഷ്ടിച്ച റബ്ബിനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. മനുഷ്യനെന്ന സൃഷ്ടി തൻ്റെ അസ്തിത്വത്തെ വിശദീകരിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങളായി ആകാശത്തെയും ഭൂമിയെയും നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ശക്തികളെയും കുറിച്ച് നോക്കി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ സംസ്കാരവും മതവും തങ്ങൾക്കനുസരിച്ചുള്ളതായ വ്യാഖ്യാനങ്ങൾ നൽകിയെങ്കിലും ഒരു സത്യത്തിൽ മറയില്ല. മനുഷ്യൻ്റെ ആത്മാവിൽ ഒരു അതൃപ്തി തീരാത്ത ഒരു ശൂന്യം നിലനിൽക്കുന്നു. ഈ ശൂന്യം നിറയുന്നത് സൃഷ്ടാവിനെ തിരിച്ചറിയുമ്പോഴും അവനെ ഓർക്കുമ്പോഴും അവനുമായി ബന്ധപ്പെടുമ്പോഴുമാണ്. റബ്ബ് എന്ന പദം സൃഷ്ടാവിനെയും പരിപാലകനെയും സൂചിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനിക്കുന്ന നിമിഷം വരെ കൈകൊള്ളുന്ന ഒരു അതുല്യമായ ശക്തി. സൃഷ്ടാവിനെ ഓർക്കുക എന്നത് ഒരു മതപരമായ കർമ്മം മാത്രമല്ല, അത് തൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി തൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ആത്മീയ ശാന്തിയാണ്. ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരാത്മീയ ബോധമുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരാത്മീയ ബോധമുണ്ട്. സാഹചര്യത്തിൻ്റെയും ജീവിത തിരക്കിൻ്റെയും ഇടയിൽ ഒരുപക്ഷെ അത് മങ്ങിയാൽ പോലും ആ വിളി ഒരിക്കലും മങ്ങുന്നില്ല. ഒരിക്കൽ നിശബ്ദതയിൽ മനസ്സ് നിൽക്കുമ്പോൾ ആ ആന്തരിക ശബ്ദം നമ്മോട് ചോദിക്കും, എൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഞാൻ ഈ ജീവിതത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഈ ഉത്തരം കണ്ടെത്താൻ മനുഷ്യൻ ശാസ്ത്രത്തിലും തത്വചിന്തയിലും ജീവിത അനുഭവങ്ങളിലും തിരഞ്ഞെങ്കിലും പൂർണ്ണ സത്യം തിരിച്ചറിയുന്ന നിമിഷം സൃഷ്ടാവിനെ യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞപ്പോഴാണ്. സൃഷ്ടാവിനെ ഓർക്കുക എന്നത് കേവലം ഒരു വാക്കുകളുടെ ജപമല്ല, അതൊരു ആന്തരിക ബോധമാണ്. നമ്മെ സൃഷ്ടിച്ചവനെ അംഗീകരിക്കൽ, നിമിഷങ്ങളെ നന്ദിയോടെ കാണുക, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളുടെയും പിന്നിലെ ദൈവിക പാഠം മനസ്സിലാക്കുക, നന്മയിലേക്കുള്ളതായ വിധേയത്വം, മനസ്സിൻ്റെ ശുദ്ധീകരണം. ആത്മീയമായി മനുഷ്യനുക്ക് റബ്ബിനെ ഓർക്കാൻ ഒരു ശാന്തമായ ഹൃദയം മാത്രം മതി. പുറത്തുള്ള ശബ്ദങ്ങൾ വളരെ കുറവായിരിക്കാം, പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു മൃദുവായ ഒരു വിളി എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും. സൃഷ്ടാവിനെ ഓർക്കുന്നവന്റെ മനസ്സിൽ എന്നും ഒരു നന്ദി നിലനിൽക്കുന്നു. നന്ദി മനസ്സിനെ ശാന്തമാക്കുന്നു, ചിന്തയെ തെളിച്ചമാക്കുന്നു. ആത്മീയമായി സൃഷ്ടാവിനെ ഓർക്കാൻ മനുഷ്യന്റെ ആത്മീയ യാത്രയുടെ അവസാന ലക്ഷ്യമാണ് സൃഷ്ടാവിനെ ഏകീകരിക്കുക എന്നത്. ഈ സത്യം മനുഷ്യൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം ഒരു പവിത്ര യാത്രയാകും.
ഓരോ ശ്വാസവും ഒരു ദൈവീക ഓർമ്മ, ഓരോ നിമിഷവും ഒരു അനുഗ്രഹം, ഓരോ ചുവടും ഒരു ഉപാസന. സൃഷ്ടാവിനെ ഓർക്കുക എന്നത് ഒരു മനുഷ്യന്റെ ആദ്യത്തെയും അവസാനത്തെയുമുള്ള പടിയാണ്. അതൊരു തെളിച്ചമാണ്, ഒരു ആനന്ദമാണ്. സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.